ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 21 അധ്യായം 8 ശ്ലോകങ്ങൾ വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ തൃതീയ സ്കന്ധേ അഥൈകവിംശോऽധ്യായഃ. വിദുര ഉവാച സ്വായംഭുവസ്യ ച മനോർവംശഃ പരമസമ്മതഃ കഥ്യതാം ഭഗവൻ യത്ര മൈഥുനേനൈധിരേ പ്രജാഃ പ്രിയവ്രതോത്ഥാനപാദൗ സുതൗ സ്വായംഭുവസ്യ വൈ യഥാധർമ്മം യുഗുപതുഃ സപ്തദ്വീപവതീം മഹീം തസ്യ വൈ ദുഹിതാ ബ്രഹ്മൻ ദേവഹൂതീതി വിശ്രുതാ പത്നി പ്രജാപതേരുക്താ കർദമസ്യ ത്വയാ നഖാ തസ്യാം സ വൈ മഹായോഗി യുക്തായാം യോഗലക്ഷണൈഃ സസർജ കഥിതാ വീര്യം തന്മേ ശുശ്രൂഷഹേ വദ രുചിര്യോ ഭഗവാൻ ബ്രഹ്മൻ ദക്ഷോ വാ ബ്രഹ്മണഃ സുതഃ യഥാ സസർജ ഭൂതാനി ലബ്ധ്വാ ഭാര്യാം ച മാനവീം. മൈത്രേയ ഉവാച പ്രജാഃ സൃജേതി ഭഗവാൻ കർദമോ ബ്രഹ്മണോദിതഃ സരസ്വത്യാം തപസ്തേവേ സഹസ്രാണാം സമാദശ തതഃ സമാധിയുക്തേന ക്രിയായോഗേന കർദമഃ സംപ്രപേദേ ഹരിം ഭക്ത്യാ പ്രപന്നവരദാശുഷം താവത് പ്രസന്നോ ഭഗവാൻ പുഷ്കരാക്ഷകൃതേ യുഗേ ദർശയാമാസ ദംക്ഷത്തഃ ശാബ്ദം ബ്രഹ്മദധത് വപുഃ. അടുത്തത് 4 ശ്ലോകങ്ങളെ കൊണ്ടിട്ട് ആ ശബ്ദബ്രഹ്മ മൂർത്തിയായിരിക്കുന്ന ഭഗവാനെ അവിടെ വർണ്ണിക്കുന്നു. നോക്കാം. 9, 10, 11, 12. സതം വിരജമർക്കാഭം സിതപത്മോൽപലസ്രജം സ്നിഗ്ധനീലാളകവ്രാത വക്ത്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോൽപലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം വിന്യസ്തചരണാംഭോജമംസദേശേ ഗരുൾമതഃ ദൃഷ്ട്വാഖ്യേവസ്ഥിതം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം ജാതഹർഷോപതന്മൂർധനാ ക്ഷിതൗ ലബ്ധമനോരഥഃ ഗീർഭിസ്ത്വഭ്യഗൃണാത് പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലിഃ. എന്നോട് ചൊല്ലാം. സതം വിരജമർക്കാഭം സിതപത്മോൽപലസ്രജം സ്നിഗ്ധനീലാളകവ്രാതവക്ത്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോൽപലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം വിന്യസ്തചരണാംഭോജമംസദേശേ ഗരുൾമതഃ ദൃഷ്ട്വാഖ്യേവസ്ഥിതം വക്ഷ ശ്രിയം കൗസ്തുഭകന്ധരം ജാതഹർഷോപതന്മൂർധനാക്ഷിതൗ ലബ്ധം മനോരഥഃ ഗീർഭിസ്ത്വഭ്യഗൃണാൽ പ്രീതി സ്വഭാവാത്മാ കൃതാഞ്ജലിഃ. അപ്പോൾ വിരജം എന്ന് പറഞ്ഞാൽ ആ രജോഗുണം ബാധിക്കാത്ത അർക്കാഭം സൂര്യനെ പോലെ ശോഭിക്കുന്നവനായിട്ടും സിതപത്മോൽപലസ്രജം ആ വെള്ളത്താമരയും നീലത്താമരയും കൊണ്ടുള്ള പൂമാല അണിഞ്ഞവനായിട്ടും പിന്നെ സ്നിഗ്ധ നീലാളകവ്രാതവക്ത്രാബ്ജം മിനുത്ത കറുത്ത കുറുനിരകളുള്ള മുഖകമലത്തോട് കൂടിയവനായിട്ടും പിന്നെ വിരജോംബരം ആ നിർമ്മലമായിട്ടുള്ള വസ്ത്രാലംകൃതനായിട്ടും കിരീടിനം കുണ്ടലിനം ആ കിരീടമണിഞ്ഞവനും കുണ്ടലിനം കുണ്ടലധാരിയായിട്ടും ചക്രഗദാധരം ആ ശംഖചക്രാദികൾ ധരിച്ചിട്ട് ഉള്ളവനും ശ്വേതോൽപലക്രീഡനകം ആ നീലത്താമരപ്പൂവുകൾ കളിക്കോപ്പായിട്ട് എടുത്തിരിക്കുന്നവൻ. ആ താമര കയ്യിൽ ശ്വേതോത്പലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം ആ മനസ്സിന് ആനന്ദമാകുന്ന മന്ദഹാസം കടാക്ഷം ചേർന്നവൻ. പിന്നെ വിന്യസ്തചരണാംഭോജം ആ 2 കാലുകളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിന്യസ്തമായിട്ട് വെച്ചിട്ടുള്ള ആ കാലുകളോടുകൂടിയ ചരണാംഭോജം ഹംസദേശേ ഗരുൾമതഃ കഴുത്തിലെ ആ ഗരുഡൻ്റെ അപ്പോൾ ഗരുൾമതഃ ഗരുഡൻ്റെ കഴുത്തിൽ ആ കാലുകൾ വെച്ചിട്ട് വിന്യസ്ത ചരണാംഭോജ ഗരുഡൻ്റെ കഴുത്തിലിരുന്നിട്ട് ആ ശ്രീപാദപത്മങ്ങളോട് കൂടിയിട്ട് വിന്യസ്ത ഹസ്ത ചരണാംഭോജമംസദേശേ അത് കഴുത്തിൽ വെച്ചിട്ടുള്ള
പിന്നെ വക്ഷശ്രിയം, ആ തിരുമാറിൽ മഹാലക്ഷ്മിയെ ധരിച്ചവനായിട്ടും. കൗസ്തുഭകന്ധരം, കൗസ്തുഭാലങ്കൃതമായിരിക്കുന്ന കണ്ഠത്തോട് കൂടിയവനായിട്ടും. പിന്നെ ഖേ, ആകാശത്തിൽ അവസ്ഥിതം, പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ആ മഹാവിഷ്ണു, ആ മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ കണ്ടിട്ട്. ലബ്ധമനോരഥാഹ, ആഗ്രഹം സാധിച്ചു കഴിഞ്ഞവനായിട്ടുള്ള അദ്ദേഹം. ജാതഹർഷ, സന്തോഷം ആർന്നവനായിട്ട്. പ്രീതി സ്വഭാവാത്മാ, സ്വതവേ തന്നെ പ്രീതി സ്വഭാവമുള്ളവനുമായിരിക്കുന്ന സഹ, ആ കർദമൻ. കർദമ പ്രജാപതി എന്ത് ചെയ്തു? കൃതാഞ്ജലി, കൈകൂപ്പിക്കൊണ്ട് അക്ഷിതവും മൂർധന അപതല, ഭൂമിയിൽ ശിരസ്സുകളെ അർപ്പിച്ച് നമസ്കരിച്ചു. വാക്കുകളാൽ സ്തുതിച്ചു. ഗീർഭിത്തു, വാക്കുകളാൽ അഭ്യഗൃണാൽ, ആ ഭഗവാനെ സ്തുതിച്ചു എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഇതിലത്തെ വാക്കുകൾ പറയാം, അപ്പം നിങ്ങൾക്ക് അർത്ഥം കുറേ കൂടി മനസ്സിലാവും. വിരജം, രജോ ഗുണം ബാധിക്കാത്തവനായും. അർക്കാഭം, സൂര്യനെ പോലെ ശോഭിക്കുന്നവനായും. സിതപത്മോത്പലസ്രജം, വെള്ളത്താമരയും നീലത്താമരയും കൊണ്ടുള്ള പൂമാലയണിഞ്ഞവനായും. സ്നിഗ്ധ നീലാളകവ്രാതവക്ത്രാബ്ജം, മിനുത്തു കറുത്ത കുറുനിരയുള്ള മുഖകമലത്തോടു കൂടിയവനായും. വിരജോംബരം, നിർമ്മല വസ്ത്രാലങ്കൃതനായും. കിരീടിനം, കിരീടം ധരിച്ചവനായും. കുണ്ടലിനം, കുണ്ടലധാരിയായും. ശംഖചക്രഗദാധരം, ശംഖചക്രഗദകൾ ധരിച്ചവനായും. ശ്വേതോൽപ്പലക്രീഡനകം, നീലത്താമരപ്പൂവ് കളിക്കോപ്പായി എടുത്തിരിക്കുന്നവനായും. മനസ്പർശസ്മിതേക്ഷണം, മനസ്സിന് ആനന്ദമേകുന്ന മന്ദഹാസവും കടാക്ഷവും ചേർന്നവനായും. ഗരുൽമത, ഗരുഡന്റെ അംസദേശേ, കഴുത്തിൽ വിന്യസ്തചരണാംഭോജം വെച്ച ആ ശ്രീപാദത്തോടു കൂടിയവനായും. വക്ഷശ്രിയം, തിരുമാറിൽ മഹാലക്ഷ്മിയെ ധരിച്ചവനായും. കൗസ്തുഭകന്ധരം, കൗസ്തുഭരത്നാലങ്കൃതമായിരിക്കുന്ന കണ്ഠത്തോടു കൂടിയവനായും. ഖേ, ആ ആകാശത്തിൽ അവസ്ഥിതം, പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന തം, ആ മഹാവിഷ്ണുവിനെ ദൃഷ്ട്വാ, കണ്ടിട്ട്. ലബ്ധമനോരഥ, ആഗ്രഹം സാധിച്ചു കഴിഞ്ഞവനുമായും. ജാതഹർഷ, സന്തോഷമാർന്നവനായും. പ്രീതി സ്വഭാവാത്മാ, സ്വതവേ തന്നെ പ്രീതി സ്വഭാവമുള്ളവനുമായിരിക്കുന്ന സഹ, ആ കർദമൻ. കൃതാഞ്ജലി, കൈകൂപ്പിക്കൊണ്ട്. ക്ഷിതൗ മൂർധന അപതൽ, ഭൂമിയിൽ ശിരസ്സുകൾ അർപ്പിച്ച്. ഗീർഭിഹിത്തു, വാക്കുകളാൽ. അഭ്യഗൃണ, സ്തുതിച്ചു. ഒന്നുകൂടി പറയാം. വിരജം, രജോ ഗുണം ബാധിക്കാത്തവനായും. അർക്കാഭം, സൂര്യനെ പോലെ ശോഭിക്കുന്നവനായും. സിതപത്മോത്പലസ്രജം, വെള്ളത്താമരയും നീലത്താമരയും കൊണ്ടുള്ള പൂമാലയണിഞ്ഞവനായും. സ്നിഗ്ധ നീലാളകവ്രാതവക്ത്രാബ്ജം, മിനുത്തു കറുത്ത കുറുനിരയുള്ള മുഖകമലത്തോടു കൂടിയവനായും. വിരജോംബരം, നിർമ്മല വസ്ത്രാലങ്കൃതനായും. കിരീടിനം, കിരീടമണിഞ്ഞവനായും. കുണ്ടലിനം, കുണ്ടലധാരിയായും. ശംഖചക്രഗദാധരം, ഗദകൾ ധരിച്ചവനായും. ശ്വേതോൽപ്പലക്രീഡനകം, നീലത്താമരപ്പൂ കളിക്കോപ്പായി എടുത്തിരിക്കുന്നവനായും. മനസ്പർശസ്മിതേക്ഷണം, മനസ്സിന് ആനന്ദമേകുന്ന മന്ദഹാസവും കടാക്ഷവും ചേർന്നവനായും. ഗരുൽമത, ഗരുഡന്റെ അംസദേശേ, കഴുത്തിൽ വിന്യസ്തചരണാംഭോജ വെച്ച ശ്രീപാദപത്മത്തോടു കൂടിയവനായും. വക്ഷശ്രിയം, തിരുമാറിൽ മഹാലക്ഷ്മിയെ ധരിച്ചവനായും. കൗസ്തുഭകന്ധരം, കൗസ്തുഭരത്നാലങ്കൃതമായിരിക്കുന്ന കണ്ഠത്തോടു കൂടിയവനായും. ഖേ, ആകാശത്തിൽ അവസ്ഥിതം, പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന തം, ആ മഹാവിഷ്ണുവെ ദൃഷ്ട്വാ, കണ്ടിട്ട്. ലബ്ധമനോരഥ, ആ ആഗ്രഹം കഴിഞ്ഞവനുമായും. ജാതഹർഷ, സന്തോഷമാർന്നവനായും. പ്രീതി സ്വഭാവാത്മാ, സ്വതവേ തന്നെ പ്രീതി സ്വഭാവമുള്ളവരുമായ സഹ, ആ കർദമൻ. കൃതാഞ്ജലി, കൈകൂപ്പിക്കൊണ്ട്. ക്ഷിതൗ മൂർധന അപതത്, ഭൂമിയിൽ ശിരസ്സർപ്പിച്ച്. ഗീർഭീത്തു, വാക്കുകളാൽ. അഭ്യഗൃണാൽ, സ്തുതിച്ചു. അതിലത്തെ അന്വയം. വിരജം അർക്കാഭം സിതപത്മോത്പലസ്രജം സ്നിഗ്ധ നീലാളകവ്രാതവക്ത്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോൽപ്പലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം ഗരുൽമതഃ അംസദേശേ വിന്യസ്തചരണാംഭോജം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം ഖേ അവസ്ഥിതം തം ദൃഷ്ട്വാ ലബ്ധമനോരഥഃ ജാതഹർഷഃ പ്രീതിസ്വഭാവാത്മാ സഹ കൃതാഞ്ജലിഃ ക്ഷിതൗ മൂർധ്നാ അപതത് ഗീർഭിതു അഭ്യഗൃണാത്.
ഒന്നുകൂടി പറയാം. വിരജം അർക്കാഭം സിതപത്മോത്പലസ്രജം സ്നിഗ്ധനീലാളകവ്രാതവക്ത്രാബ്ജം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ശ്വേതോൽപലക്രീഡനകം മനസ്പർശസ്മിതേക്ഷണം ഗരുൾമതഃ അംസദേശേ വിന്യസ്തചരണാംഭോജം വക്ഷശ്രിയം കൗസ്തുഭകന്ധരം ഖേ അവസ്ഥിതം തം ദൃഷ്ട്വാ ലബ്ധമനോരഥഃ ജാതഹർഷഃ പ്രീതിസ്വഭാവാത്മാ സഹ കൃതാഞ്ജലിഃ ക്ഷിതൗ മൂർധ്നാ അപതൽ ഗീർഭി തു അഭ്യഗൃണാത്. അതിലത്തെ അന്വയാർത്ഥം വരുന്നത് രജോ ഗുണം ബാധിക്കാത്തവനായും സൂര്യനെപ്പോലെ ശോഭിക്കുന്നവനായും വെള്ളത്താമരയും നീലത്താമരയും കൊണ്ടുള്ള പൂമാലയണിഞ്ഞവനായും മിനുത്തു കറുത്ത കുറുനിരയുള്ള മുഖകമലത്തോടു കൂടിയവനായും നിർമ്മല വസ്ത്രാലങ്കൃതനായും കിരീടമണിഞ്ഞവനും കുണ്ടലധാരിയായും ശംഖചക്രഗതകൾ ധരിച്ചവനായും നീലത്താമരപ്പൂവ് കളിക്കോപ്പായി എടുത്തിരിക്കുന്നവനായും മനസ്സിന് ആനന്ദമേകുന്ന മന്ദഹാസവും കടാക്ഷവും ചേർന്നവനായും ഗരുഡന്റെ കഴുത്തിൽ വെച്ച പാദപത്മങ്ങളോടുകൂടിയവനും ആയും തിരുമാറിൽ മഹാലക്ഷ്മിയെ ധരിച്ചവനായും കൗസ്തുഭരത്ന ആലങ്കൃതമായ കണ്ഠത്തോടു കൂടിയവനായും ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ആ മഹാവിഷ്ണുവിനെ കണ്ട് ആഗ്രഹം സാധിച്ചവനുമായ സന്തോഷം ആർന്നവനും സ്വതവേ തന്നെ പ്രീതി സ്വഭാവമുള്ളവനുമായ ആ കർദമൻ കൈകൂപ്പിക്കൊണ്ട് ആ ഭൂമിയിൽ ശിരസ്സുകൾ അർപ്പിച്ച് വാക്കുകളാൽ സ്തുതിച്ചു. എന്നുകൂടി പറയാം. രജോ ഗുണം ബാധിക്കാത്തവനായും സൂര്യനെപ്പോലെ ശോഭിക്കുന്നവനായും വെള്ളത്താമരയും നീലത്താമരയും കൊണ്ടുള്ള പൂമാലയണിഞ്ഞവനായും മിനുത്തു കറുത്ത കുറുനിരയുള്ള മുഖകമലത്തോടു കൂടിയവനായും നിർമ്മല വസ്ത്രാലങ്കൃതനായും കിരീടമണിഞ്ഞവനും കുണ്ടലധാരിയായും ശംഖചക്രഗതകൾ ധരിച്ചവനായും നീലത്താമരപ്പൂവ് കളിക്കോപ്പായി എടുത്തിരിക്കുന്നവനായും മനസ്സിന് ആനന്ദമാകുന്ന മന്ദഹാസവും കടാക്ഷവും ചേർന്നവനായും ഗരുഡന്റെ കഴുത്തിൽ വെച്ച ശ്രീപാദപത്മത്തോടു കൂടിയവനായും തിരുമാറിൽ മഹാലക്ഷ്മിയെ ധരിച്ചവനായും കൗസ്തുഭരത്നാലങ്കൃതമായ കണ്ഠത്തോടു കൂടിയവനായും ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്ന ആ മഹാവിഷ്ണുവെ കണ്ട് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞവനുമായും സന്തോഷമാർന്നവനുമായും സ്വതവേ തന്നെ പ്രീതി സ്വഭാവം ഉള്ളവനുമായ ആ കർദമൻ കൈകൂപ്പിക്കൊണ്ട് ആ ഭൂമിയിൽ ശിരസ്സുകൾ അർപ്പിച്ച് വാക്കുകളാൽ അദ്ദേഹത്തെ സ്തുതിച്ചു. പ്രസന്നഹൃദയനായിരിക്കുന്ന ആ കർദമ പ്രജാപതി നിർമ്മലനും സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നവനും വെളുത്തതും നീലയുമായ പൂക്കളാൽ മാലയണിഞ്ഞവനും നീലാളകങ്ങളാൽ ചുറ്റപ്പെട്ട മുഖത്തോടു കൂടിയവനും നിർമ്മലമായിരിക്കുന്ന പട്ടണിഞ്ഞവനും കിരീടകുണ്ടലധാരിയും കൈകളിൽ ശംഖം ചക്രം ഗദ എന്നിവ ധരിച്ചവനും വെളുത്ത നിറമുള്ള താമരപ്പൂവ് കയ്യിൽ ക്രീഡാർത്ഥം പിടിച്ചിട്ടുള്ളവനും മനസ്സിന് അത്യാനന്ദം നൽകുന്ന മന്ദഹാസത്തോടും കടാക്ഷത്തോടും കൂടിയവനും ഗരുഡന്റെ കണ്ഠത്തിൽ പാദാരവിന്ദങ്ങൾ വെച്ചവനും ആകാശസ്ഥിതനും ലക്ഷ്മീദേവിയോട് കൂടിയവനും കൗസ്തുഭരത്നം കഴുത്തിൽ ധരിച്ചവനുമായ ആ ഭഗവാനെ ദർശിച്ച് ആനന്ദമഗ്നനും കൃതാർത്ഥനുമായിട്ട് ഭൂമിയിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും തൊഴുത് ദിവ്യസ്തോത്രത്താൽ സ്തുതിക്കുകയും ചെയ്തു. ഭഗവാനെ കണ്ടിട്ട് ആ വലിയ സന്തോഷത്തോടു കൂടി ആ ഭഗവത് പാദപത്മത്തിലെ ആ കർദമ പ്രജാപതി ദണ്ഡ നമസ്കാരം ചെയ്തു. അഞ്ജലീബദ്ധം ചെയ്തിട്ട് സ്തോത്രം ചെയ്തു. രജസംബന്ധം ഇല്ല, ശുദ്ധ സത്വഗുണം മാത്രമേ ഉള്ളുവെന്ന് ആ ഭക്തന്മാരോട് ഉപദേശിക്കുന്ന മട്ടിൽ നിർമ്മലവും പ്രകാശവും തന്നെയാണ് സ്വരൂപം.
ആ ഭക്തന്മാരെ അനുഗ്രഹിപ്പാൻ വേണ്ടി ആ പ്രകാശത്തെ മൂർത്തിമത്താക്കിയിരിക്കുകയാണെന്ന് തോന്നുവാൻ തക്ക വിധം സൂര്യനെപ്പോലെ പ്രകാശിക്കുന്നതും വെള്ളത്താമരദളങ്ങളും ആമ്പൽ ദളങ്ങളും കൂട്ടി ചേർത്ത് കെട്ടിയ മാലയെ ധരിച്ചും മിനുപ്പും അതിനീല നിറവുമുള്ള കുറുതിരകളെ കൊണ്ട് ശോഭിക്കുന്ന മുഖമുള്ളതും അതിശുഭ്രമായ വസ്ത്രത്തെ ധരിച്ചും ശ്രേഷ്ഠമായ കിരീടം കുണ്ടലം എന്നീ ആഭരണങ്ങളെയും ശംഖം ചക്രം ഗദ എന്നീ ആയുധങ്ങളെയും ധരിച്ചും വെള്ളത്താമരപ്പൂവിനെ ഒരു കളിക്കോപ്പായിട്ട് കയ്യിൽ പിടിച്ചും മനസ്സിനെ ആകർഷിക്കുന്ന മന്ദഹാസാമൃതത്തിൽ മുങ്ങിയിരിക്കുന്ന കാരുണ്യകടാക്ഷത്തെ ഭക്തനു നേരെ പ്രയോഗിച്ചും ഗരുഡന്റെ പുറത്തിരുന്ന് കണ്ഠസ്ഥാനത്തിൽ ചരണകമലത്തെ വെച്ചും ലക്ഷ്മീദേവിയുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന കൗസ്തുഭം എന്ന ആ രത്നവിശേഷത്തിൻ്റെയും ശോഭാതിശയത്തെ വഹിച്ചുകൊണ്ട് ആകാശത്തിൽ നിൽക്കുന്ന ഭഗവാന്റെ ആ ദിവ്യമംഗള സ്വരൂപത്തെ കണ്ടപ്പോഴുണ്ടായ പ്രീത്യതിശയത്താൽ പ്രസാദിച്ച മനസ്സോടുകൂടി നമസ്കാരം ചെയ്ത ശേഷം ഭഗവാന്റെ അസാധാരണ ഗുണങ്ങളെ പ്രകാശിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ട് സ്തുതിച്ചു. ഇതിലെ വ്യാഖ്യാനം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. കർദമഃ സൂര്യാഭം, സൂര്യൻ്റെ അശോഭയോടുകൂടി, വിരജോംബരം, രജോ ഗുണത്തെ സ്പർശിക്കാതെ നല്ല നിർമ്മലമായ വസ്ത്രം ധരിച്ച കിരീടിനം, കിരീടം ധരിച്ച് കുണ്ടലിനം, കുണ്ടലം ധരിച്ച് ശംഖചക്രഗദാധരം, ശംഖചക്രഗദകളെ ധരിച്ച് ഗരുഡാരൂഢം, ഗരുഡാരൂഢനായിട്ട് ഗഗനെ ആകാശത്തിൽ, സ്ഥിതം ഹരിം ദൃഷ്ട്വ സ്ഥിതി ചെയ്യുന്ന ഹരിയെ കണ്ടു. അപ്പോൾ കർദമഃ സൂര്യാഭം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ഗരുഡാരൂഢം ഗഗനെ സ്ഥിതം ഹരിം ദൃഷ്ട്വ. പ്രാപ്ത മനോരഥഃ, ആ മനോരഥങ്ങൾ സാധിച്ചവനായിരിക്കുന്ന അദ്ദേഹം ക്ഷിതൗ മൂർധന, ആ ഭൂമിയിൽ മൂർധാവിനെ അവിടെ പതൻ, അവിടെ മുട്ടിച്ച് കൃതാഞ്ജലി തുഷ്ടാവ, ആ കൈകളെ കൊണ്ട് കൂപ്പിയിട്ട് തുഷ്ടാവ പറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രാപ്ത മനോരഥ ക്ഷിതൗ മൂർധന പതൻ കൃതാഞ്ജലി തുഷ്ടാവ. അപ്പോഴത്തെ വരുന്നത് കർദമഃ സൂര്യാഭം വിരജോംബരം കിരീടിനം കുണ്ടലിനം ശംഖചക്രഗദാധരം ഗരുഡാരൂഢം ഗഗനെ സ്ഥിതം ഹരിം ദൃഷ്ട്വാ പ്രാപ്ത മനോരഥ ക്ഷിതൗ മൂർധന പതൻ കൃതാഞ്ജലി തുഷ്ടാവ. എന്നിട്ട് ആ കർദമ പ്രജാപതി പറയുന്നതാണ് അടുത്ത ശ്ലോകം. അപ്പോൾ ആദിത്യനെ പോലെ പ്രകാശിക്കുന്നവനായും വെള്ളത്താമരയും നീലത്താമരയും ഇടകലർത്തി കെട്ടിയ ആ മാല ധരിച്ചവനായും നീലനിറത്തിലുള്ള കുറുതിരകളാൽ ശോഭിക്കുന്ന മുഖപത്മത്തോടു കൂടിയവനായും പീതാംബരമണിഞ്ഞവനായും കിരീടം കുണ്ടലങ്ങൾ ഇത്യാദി ധരിച്ചവനായും 4 കരങ്ങളിലായി ശംഖം ചക്രം ഗദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന താമരപ്പൂവ് എന്നിവയെ ധരിച്ചവനായും മനസ്സിനെ ആകർഷിക്കുന്ന പുഞ്ചിരിയോടുകൂടിയ കടാക്ഷവീക്ഷണം ചെയ്യുന്നവനായും കഴുത്തിൽ കൗസ്തുഭവും വക്ഷത്തിൽ ലക്ഷ്മിയെയും ധരിച്ചവനായും ഉള്ള രൂപത്തിൽ ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് കർദമന് ദർശനം നൽകി. തൻ്റെ മനോരഥം സഫലമായതിലുള്ള സന്തോഷ ആതിരേകം അനിർവാച്യമായിരുന്നു. അദ്ദേഹം അഞ്ജലീബദ്ധത്തോടെ ആ തൃപ്പാദാരവിന്ദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്ത് ഭഗവാനെ ഇപ്രകാരം സ്തുതിച്ചു. ഋഷിരുവാച ജുഷ്ടം ബതാദ്യാഖില സത്വരാശേഃ സംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭിർ ആശാസത്തെ യോഗിനോ രൂഢയോഗാഃ. ജുഷ്ടം ബദാദ്യാഖില സത്വരാശേഃ സംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്നഃ യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭി ആശാസത്തെ യോഗിനോ രൂഢയോഗാഃ. ഹേ ഈഡ്യ, അല്ലയോ കീർത്തിക്ക് അർഹനായവനെ ഈഡ്യ, സമസ്ത സത്വഗുണങ്ങളുടെയും മൂർത്തിമത്തായിരിക്കുന്ന അഖില സത്വരാശേഃ, സമസ്ത സത്വഗുണങ്ങളുടെയും മൂർത്തിമത്തായിരിക്കുന്ന അങ്ങയുടെ ദർശനത്താൽ, അഖില സത്വരാശേഃ സാംസിദ്ധ്യമക്ഷ്ണോസ്തവ ദർശനാന്നഃ, അങ്ങയുടെ ദർശനത്താൽ ഇന്ന് നമ്മുടെ കണ്ണുകൾ, 2 കണ്ണുകൾക്കും സാംസിദ്ധ്യം സാഫല്യം, ജുഷ്ടം ലഭിച്ചു, സാഫല്യം ലഭിച്ചു.
ഇത് വളരെ ആശ്ചര്യമായിരിക്കുന്നു. യദ്ദർശനം, യാതൊരു ഭഗവാന്റെ ദർശനം, ഉറച്ച യോഗചര്യയോട് കൂടിയിരിക്കുന്ന യോഗിമാർ. യദ്ദർശനം ജന്മഭിരീഡ്യമാനസദ്ഭിരാശാസതേ യോഗിനോ രൂഢ യോഗാഹ. ഉറച്ച യോഗചര്യയോട് കൂടിയിട്ടുള്ള യോഗിമാർ നല്ല നല്ല ജന്മങ്ങളാൽ സദ്ഭി അവർ ലഭിക്കാൻ ആയിട്ട് ഇച്ഛിക്കുന്ന അങ്ങയുടെ സ്വരൂപത്തെ ഇവിടെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ഹേ ഈ അപ്പം അതിലത്തെ പദങ്ങൾ നമുക്ക് ഒന്നുകൂടി ചെല്ലാം. ജുഷ്ടം പദാദ്യാഖില സത്വരാശേ സംസിദ്ധ്യം അക്ഷ്ണോസ്തവ ദർശനാന്ന യദ്ദർശനം ജന്മഭിരീഡ്യ സദ്ഭി ആശാസതേ യോഗിനോ രൂഢയോഗാഹ. ഹേ ഈഡ്യ, അല്ലയോ കീർത്തിക്കാൻ അർഹനായവനെ, അഖില സത്വരാശേഹേ സമസ്ത സത്വഗുണങ്ങളുടെയും മൂർത്തിമത്തായ തവ അങ്ങയുടെ ദർശനത്താൽ അദ്യനഹ ഇന്ന് നമ്മുടെ അക്ഷ്ണോ രണ്ട് കണ്ണുകൾക്കും സാംസിദ്ധ്യം സാഫല്യം ജുഷ്ടം ലഭിച്ചു. ബത ആശ്ചര്യം തന്നെ. യദ്ദർശനം യാതൊരു ഭഗവാന്റെ ദർശനം രൂഢയോഗാഹ ഉറച്ച യോഗചര്യയോടുകൂടിയ യോഗിനഃ യോഗിമാർ സദ്ഭിഹി ജന്മഭിഹി നല്ല നല്ല ജന്മങ്ങളാൽ ആശാസത്തെ ലഭിപ്പാൻ ഇച്ഛിക്കുന്നു. എന്നുകൂടി പറയാം. ഹേ ഈഡ്യ, അല്ലയോ കീർത്തിക്കാൻ അർഹനായവനെ, അഖില സത്വരാശേഹേ സമസ്ത സത്വഗുണങ്ങളുടെയും മൂർത്തിമത്തായ തവ അങ്ങയുടെ ദർശനത്താൽ അദ്യനഹ ഇന്ന് നമ്മുടെ അക്ഷ്ണോ രണ്ട് കണ്ണുകൾക്കും സാംസിദ്ധ്യം സാഫല്യം ജുഷ്ടം ലഭിച്ചു. ബത ആശ്ചര്യം. യദ്ദർശനം യാതൊരു ഭഗവാന്റെ ദർശനം രൂഢയോഗാഹ ഉറച്ച യോഗചര്യയോടുകൂടിയ യോഗിനഃ യോഗിമാർ സദ്ഭിഹി ജന്മഭിഹി നല്ല നല്ല ജന്മങ്ങളാൽ ആശാസത്തെ ലഭിപ്പാൻ ഇച്ഛിക്കുന്നു. അതിലത്തെ അന്വയം. ഹേ ഈഡ്യ അഖില സത്വരാശേ തവ ദർശനാത് അദ്യനഃ അക്ഷ്ണോ സാംസിദ്ധ്യം ജുഷ്ടം ബത യദ്ദർശനം രൂഢയോഗാഹ യോഗിനഃ ജന്മഭിഹി സദ്ഭിഹി ജന്മഭിഹി ആശാസത്തെ. എന്നുകൂടി പറയാം. ഹേ ഈഡ്യ അഖില സത്വരാശേ തവ ദർശനാത് അദ്യനഃ അക്ഷ്ണോ സാംസിദ്ധ്യം ജുഷ്ടം ബത യദ്ദർശനം രൂഢയോഗാഹ യോഗിനഃ സദ്ഭിഹി ജന്മഭിഹി ആശാസത്തെ. അതായത് അല്ലയോ കീർത്തിക്കാൻ അർഹനായവനെ, സമസ്ത സത്വഗുണങ്ങളുടെയും മൂർത്തിമത്തായ ദർശനത്താൽ ഇന്ന് നമ്മുടെ ആ രണ്ട് കണ്ണുകൾക്കും സാഫല്യം ലഭിച്ചു. ആശ്ചര്യം തന്നെ. യാതൊരു ഭഗവാന്റെ ഉറച്ച യോഗചര്യയോട് കൂടിയിരിക്കുന്ന യോഗിമാർ നല്ല നല്ല ജന്മങ്ങളാൽ ഇത് ലഭിപ്പാൻ ഇച്ഛിക്കുന്നു. ഒന്നും കൂടി പറയാം. അല്ലയോ അർഹനായവനെ, സമസ്ത സത്വഗുണങ്ങളുടെയും മൂർത്തിമത്തായ അങ്ങയുടെ ദർശനത്താൽ ഇന്ന് നമ്മുടെ രണ്ട് കണ്ണുകൾക്കും സാഫല്യവും ലഭിച്ചു. ആശ്ചര്യം തന്നെ. ആ യാതൊരു ഭഗവാന്റെ ദർശനം ഉറച്ച യോഗചര്യയോടുകൂടിയ യോഗിമാർ നല്ല നല്ല ജന്മങ്ങളാൽ ലഭിക്കാൻ ഇച്ഛിക്കുന്നു. അല്ലയോ സ്തുത്യർഹനായുള്ളവനെ, സാത്വിക സ്വഭാവമുള്ള സർവത്തിനും നിധിയായിരിക്കുന്ന അങ്ങയുടെ ദർശനം ഹേതുവായിട്ട് നമ്മുടെ നയനങ്ങൾക്ക് സാഫല്യം സിദ്ധിച്ചു. നമ്മുടെ ഹർഷാതിരേകം അവാച്യമാണ്. സത്തുക്കളും യോഗാനുഷ്ഠാനത്തിൽ നിരതന്മാരുമായിരിക്കുന്ന യോഗികൾ യാതൊരു ദർശനത്തെ അനേകം ജന്മങ്ങൾ കൊണ്ട് ലഭിപ്പാൻ കാക്ഷിക്കുന്നു. അഖില സത്വരാശിയായിരിക്കുന്ന അങ്ങയുടെ ദർശനത്താൽ ഞങ്ങളുടെ കണ്ണുകൾക്ക് സാഫല്യം ലഭിച്ചിരിക്കുന്നു. സ്തുതിക്കപ്പെടേണ്ടവനെ, അങ്ങയുടെ ദർശനത്തെ യോഗികൾ ആരൂഢയോഗന്മാരായി തീർന്ന് ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന അനേകം ജന്മങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഋഷി സ്തുതിച്ചു. ഹേ ഈഡ്യ, സ്തോത്രം ചെയ്യുവാൻ സകലരാലും സ്തോത്രം ചെയ്യുവാൻ യോഗ്യനായുള്ളവനെ, സത്വഗുണത്തിൻ്റെ കാര്യമായ ആ ജ്ഞാനാദികൾ പൂർണ്ണമായി പ്രകാശിക്കുന്ന അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് സിദ്ധിച്ചതുകൊണ്ട് നേത്രങ്ങൾ ഉണ്ടായതിൻ്റെ സത്ഫലം പൂർണ്ണമായിട്ട് അനുഭവിച്ചു. ഹാ, എന്തൊരു ഭാഗ്യം!
കാഴ്ചയാൽ മാത്രം നേത്രസാഫല്യപ്രാപ്തിക്കു കാരണം പറയുന്നു. അനേക ജന്മങ്ങളിൽ അഭ്യസിച്ചിട്ടുള്ള ആ സംസ്കാര വൈഭവത്താൽ യമനിയമാദികളായിരിക്കുന്ന യോഗാംഗങ്ങളിൽ ഉറച്ചിരിക്കുന്ന മനസ്സോടുകൂടിയിരിക്കുന്ന മഹായോഗികൾ കൂടെ ഇന്ദ്രിവടിയുടെ ദർശനത്തെ ആഗ്രഹിച്ചിരിക്കുന്നവരാണല്ലോ. അത്ര ദുർലഭമായ അങ്ങയുടെ ദർശനം ഞങ്ങൾക്ക് ലഭിച്ചത് അവിടുത്തെ കാരുണ്യാതിശയ ഫലം എന്നല്ലാതെ മറ്റെന്തു പറയാം. അപ്പൊ ഇവിടെ കർദമ ഉവാച, ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ, തവ ദർശനാൻമേ നയനയോഹോ, അങ്ങയുടെ ദർശനം എൻ്റെ കണ്ണുകളെ സാഫല്യം ജാതം, കണ്ണുകളിൽ സഫലതയെ ഉണ്ടാക്കി. ഏ കാമാർത്ഥം, ഈ ദർശനത്തെ കാമിച്ചുകൊണ്ട്, തേ ചരണാരവിന്ദം, അങ്ങയുടെ ചരണാരവിന്ദത്തെ ഭജന്തി തേ മൂഢ, ഭജിക്കുന്ന ഈ കാമങ്ങൾക്കായിട്ട് അങ്ങയുടെ ചരണാരവിന്ദത്തെ ഭജിക്കുന്നത് മൂഢത്വമാണെന്ന് പറയും. ഏ കാമാർത്ഥം തേ ചരണാരവിന്ദം ഭജന്തി തേ മൂഢ ഏവ തഥാപി, അതുകൊണ്ട് തവ ദർശനാൻമേ നയനോ, അപ്പം അത് നോക്കാം നമുക്ക്. അത് അടുത്ത ശ്ലോകത്തിലുള്ള തവ ദർശനാൻമേ നയനയോ സാഫല്യം ജാതം, അങ്ങയുടെ ആ ദർശനം കൊണ്ട് നമ്മുടെ നയനങ്ങൾക്ക് സാഫല്യമുണ്ടായി. അപ്പം അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സാംസിദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഫല്യം. ജുഷ്ടം സേവിതം ബതേതി ഹർഷേ ഇത്യാദി ശ്രീധരീയം. ഈഡ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുത്യർഹൻ. ഈടസ്തുതൗ, യോഗി വര്യന്മാർക്ക് ഭഗവത് ദർശനം ലഭിക്കാൻ അനേകം ജന്മങ്ങൾ വേണ്ടിവരും. തനിക്ക് ആദ്യത്തെ ജന്മത്തിൽ തന്നെ അത് സാധ്യമായി. അപ്രകാരം ഭഗവത് ദർശനം സിദ്ധിച്ചതിലുള്ള ഹർഷാതിരേകത്തെ കാണിക്കാനാണ് ബത, ആശ്ചര്യം എന്ന പ്രയോഗം. അപ്പോൾ അടുത്ത 14ാമത്തെ ശ്ലോകം. യേ മായയാ തേഹതമേധ ഹതമേധസസ്ത്വൽ പാദാരവിന്ദം ഭവസിന്ധുപോതം ഉപാസതേ കാമലവായ തേഷാം ആസീശ കാമാൻ നിരയേപി യേ സ്യുഃ. യേ മായയാ തേ ഹതമേധസസ്ത്വൽ പാദാരവിന്ദം ഭവസിന്ധുപോതം ഉപാസതേ കാമലവായ തേഷാം ആസീശ കാമാൻ നിരയേപി യേ സ്യുഃ. അല്ലയോ ഈശ്വര, അങ്ങയുടെ ആ മായയാൽ ആ ബുദ്ധി നശിച്ചവനായിട്ട് ആ നരകത്തിൽപ്പെട്ടാലും നരകത്തിൽ പോലും ആരെങ്കിലും ഉണ്ടോ? അപ്രകാരമുള്ള കാമങ്ങളും അല്പമാത്രത്തിന് തേ മായ, അങ്ങയുടെ മായയാൽ ബുദ്ധി മന്ദിച്ചവരായിട്ട് നശിച്ചവരായിട്ട് നരകത്തിൽ പോലും ഏവരുണ്ടോ? അപ്രകാരം ഉള്ള കാമങ്ങളുടെ അല്പമാത്രത്തിന് ആ സംസാര സമുദ്രം തരണം ചെയ്യാൻ ഉതകുന്ന പൊങ്ങുതടിയായിരിക്കുന്ന അങ്ങയുടെ ആ ശ്രീമ പാദാരവിന്ദത്തെ ആർ ഉപാസിക്കുന്നുവോ അവർക്ക് ഇഷ്ടങ്ങളെ അവിടുന്ന് നൽകുന്നുണ്ടല്ലോ. യേ മായയാ തേ ഹതമേധസസ്ത്വൽ പാദാരവിന്ദം ഭവസിന്ധുപോതം. അല്ലയോ ഈശ്വര, അങ്ങയുടെ ആ മായയാൽ ആ ബുദ്ധി നശിച്ചവരായിട്ട് നരകത്തിൽ പോകുന്ന ആൾക്കാർ, കാമികളായിരിക്കുന്ന ആൾക്കാർ, അവരെ പോലും ആ സംസാര സമുദ്രം തരണം ചെയ്യുവാൻ പൊങ്ങുതടിയായിരിക്കുന്ന അങ്ങയുടെ ആ ശ്രീപാദാരവിന്ദത്തെ, അങ്ങയുടെ ആ അവർക്ക് കരകയറാൻ അങ്ങയുടെ പാദാരവിന്ദത്തെ ആശ്രയിച്ചാൽ മതി. അതിനെ ഉപാസിക്കുന്ന അവർക്ക്, നരകത്തിൽ പോയിട്ട് അതിനെ ഉപാസിക്കുന്ന അവർക്ക് എല്ലാ ഇഷ്ടങ്ങളെയും കാമങ്ങളെ കൂടി അവിടുന്ന് നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആ ഇഷ്ടങ്ങളെ കൂടി അവിടുന്ന് നൽകുന്നു. പാദാരവിന്ദം ഭവസിന്ധുബോധം ഉപാസതേ കാമലവായ തേഷാം ആസീശ കാമാൻ നിരേപി യേ സ്യുഃ. അതിൻ്റെ പദങ്ങളെ ഹേ ഈശ, അല്ലയോ ഈശ്വര, തേ മായയാ, അങ്ങയുടെ മായയാൽ, ഹതമേധസഹ ബുദ്ധി നശിച്ചവരായിട്ട്, നിരയേ അപി നരകത്തിൽപ്പെട്ടാലും, യേ സ്യുഃ ഏവരുണ്ടോ,
നരകത്തിൽ പോലും യേ സ്യുഹു ഏവരുണ്ടോ കാമലവായ അപ്രകാരമുള്ള കാമങ്ങളുടെ അല്പമാത്രത്തിന് ഭവസിന്ധുബോധം സംസാര സമുദ്രം തരണം ചെയ്യാനുതകുന്ന പൊങ്ങുതടിയായ ത്വൽപാദാരവിന്ദം അങ്ങയുടെ ശ്രീപാദ ആരവിന്ദത്തെ യേ ഉപാസത്തെ ആർ ഉപാസിക്കുന്നുവോ തേഷാം അവർക്ക് കാമാൻ ഇഷ്ടങ്ങളെ രാശി അങ്ങ് നൽകുന്നുവല്ലോ. എന്നുകൂടി പറയാം. ഹേ ഈശ അല്ലയോ ഈശ്വര, തേ മായയ അങ്ങയുടെ മായയാൽ ഹതമേധസഹ ബുദ്ധി നശിച്ചവരായിട്ട് നിരയേ അപി നരകത്തിൽ പോലും യേ സ്യുഹു ഏവരുണ്ടോ കാമലവായ അപ്രകാരമായ ഉള്ള കാമങ്ങളുടെ അല്പമാത്രത്തിന് ഭവസിന്ധുബോധം സംസാരസമുദ്രം തരണം ചെയ്യാനുതകുന്ന പൊങ്ങുതടിയായിട്ട് ത്വൽപാദാരവിന്ദം അങ്ങയുടെ പാദാരവിന്ദത്തെ യേ ഉപാസത്തെ ആർ ഉപാസിക്കുന്നുവോ തേഷാം അവർക്ക് ഇഷ്ടങ്ങളെ കാമാൻ ഇഷ്ടങ്ങളെ രാശി അങ്ങ് നൽകുന്നുവല്ലോ. ഫലത്തെ അന്വയം ഹേ ഈശ തേ മായയാ ഹതമേധസഃ നിരയേ അപി യേ സ്യുഹു കാമലവായ ഭവസിന്ധുബോധം ത്വൽപാദാരവിന്ദം യേ ഉപാസത്തെ തേഷാം കാമാൻ ആസി. എന്നുകൂടി പറയാം. ഹേ ഈശ തേ മായയാ ഹതമേധസഃ നിരയേ അപി യേ സ്യുഹു കാമലവായ ഭവസിന്ധുബോധം ത്വത്പാദാരവിന്ദം യേ ഉപാസത്തെ തേഷാം കാമാൻ രാസി. അല്ലയോ ഈശ്വര, അങ്ങയുടെ മായയാൽ ബുദ്ധി നശിച്ചവരായിട്ട് നരകത്തിൽ പോലും ഏവരുണ്ടോ അപ്രകാരമുള്ള ആ കാമങ്ങളുടെ അല്പമാത്രത്തിന് ആ സംസാര സമുദ്രം തരണം ചെയ്യാനുതകുന്ന പൊങ്ങുതടിയായ അങ്ങയുടെ ശ്രീപാദാരവിന്ദത്തെ ആർ ഉപാസിക്കുന്നുവോ അവർക്ക് ഇഷ്ടങ്ങളെ അവിടുന്ന് നൽകുന്നുവല്ലോ. ഈശ്വര, അങ്ങയുടെ മായയാൽ മോഹിതരായിട്ട് ബുദ്ധി വിവേകം നശിച്ച് ആ ചിലർ നരകത്തിൽ പോലും ലഭ്യമായ നിസ്സാരങ്ങളായിട്ടുള്ള ഭോഗസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സംസാര സമുദ്രത്തെ തരണം ചെയ്യുവാൻ ഉപകരിക്കുന്ന അങ്ങയുടെ പാദാരവിന്ദമാകുന്ന തോണിയെ ഉപാസിക്കുന്നുവോ അവരുടെ ക്ഷുദ്രകാമങ്ങളെ പോലും സാധിപ്പിക്കുന്നവനാണ് അങ്ങ് എന്ന് പറയണം. കർദമൻ സകാമന്മാരുടെ പ്രാർത്ഥനയെ നിന്ദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ പ്രദാനം ചെയ്യുവാൻ പ്രാപ്തനായ ഭഗവാനോട് നിസ്സാരങ്ങളായിരിക്കുന്ന അർത്ഥകാമങ്ങളെ സാധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അല്പജ്ഞത്വം ആണെന്ന് തനിക്ക് ബോധ്യമുണ്ടെന്ന് ഉണർത്തിച്ചതിന് ശേഷം താനും അത്തരം ഒരു പ്രാർത്ഥന തന്നെയാണ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ സർവേശ്വര, ഏതൊരു ഭോഗസുഖങ്ങൾ നരകത്തിൽ പോലും സുലഭങ്ങളാണോ ആ നിസ്സാരഭോഗങ്ങളുടെ ദേശത്തിനായി ഏതൊരു കൂട്ടർ ആ സംസാര സമുദ്രം കടത്തുന്ന തോണിയായ അങ്ങയുടെ പാദപത്മം സേവിക്കുന്നുവോ അവർ അങ്ങയുടെ യോഗമായാൽ മോഹിതന്മാർ തന്നെയാണ്. അങ്ങാകട്ടെ ആ ക്ഷുദ്ര കാമന്മാരുടെ കാമങ്ങളെയും കൊടുത്ത് അനുഗ്രഹിക്കുന്നു. കാമ്യാർത്ഥമായ ആ ഭജനത്തേക്കാൾ നിഷ്കാമ ഭജനം ശ്രേഷ്ഠം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. കാമക്രോധാദി പ്രവൃത്തികളാകുന്ന ഭയങ്കര ജന്തുക്കൾ ഉള്ളതിനാൽ കടക്കുവാൻ പ്രയാസം അധികമുള്ള സംസാരമാകുന്ന സമുദ്രത്തിൽ നിന്ന് ആ ഭക്തന്മാരെ കടത്തിവിടുന്ന കപ്പലായിരിക്കുന്ന നിന്തിരുവടിയെ നീചയോനികളിൽ ജനിക്കുന്ന ശ്വാക്കൾ മുതലായ ക്ഷുദ്രജന്തുക്കൾക്ക് കൂടി ലഭിക്കുന്നതായ ആ വിഷയസുഖങ്ങൾക്ക് വേണ്ടി സേവിക്കുന്നവരുടെ ബുദ്ധിശക്തി വിചാര സാമർഥ്യം നിന്തിരുവടിയുടെ മായാദേവിയാൽ നശിപ്പിക്കപ്പെട്ടതായിട്ട് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പരമാനന്ദ പ്രാപ്തി രൂപമായിരിക്കുന്ന പരമപുരുഷാർത്ഥത്തെ നൽകുന്ന നിന്തിരുവടിയെ നിസ്സാര വിഷയസുഖത്തിന് വേണ്ടിയിട്ട് വിചാരശക്തിയുള്ളവർ ഒരിക്കലും ഭജിക്കുകയില്ല. എന്നാൽ ഈശ്വരനായ അങ്ങുന്ന് ആകട്ടെ അവർ പ്രാർത്ഥിക്കുന്നതായ സകല കാമങ്ങളെയും നൽകുന്നു. സർവേശ്വരനായ അങ്ങയെ ഭജിക്കുന്നതിന് ഏതു വിധം ആയാലും വ്യർത്ഥമായി വരുന്നതല്ല എന്ന് ഇവിടെ പറയുന്നു. അടുത്ത ശ്ലോകം. തഥാ സചാഹം അല്ല, അപ്പം അതിലത്തെ ആ വ്യാഖ്യാനം നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ള വ്യാഖ്യാനം
തേ കാമാർത്ഥം തേ ചരണാരവിന്ദം ഭജന്തി. ആ കാമത്തിന് വേണ്ടിയിട്ട് ഭജിക്കുന്ന അങ്ങയുടെ ചരണാരവിന്ദങ്ങളെ ഭജിക്കുന്നത് മൂഢന്മാരാണ്. തഥാപി അതുകൊണ്ട് സ്ത്രീ കാമോഹം തവ കാമപൂരകം ചരണം നമാമി. എന്താണ് കാമത്തിന് വേണ്ടി തന്നെ അങ്ങയുടെ ആ ചരണത്തെ ഞാൻ ഇതാ നമിക്കണു എന്ന് പറയുകയാണ്. അപ്പോൾ കാമാർത്ഥം തേ ചരണാരവിന്ദം ഭജന്തി തേ മൂഢാ ഏവ തഥാപി സ്ത്രീ കാമോഹം തവ കാമപൂരകം ചരണം നമാമി പറയുകയാണ്. എന്നിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, തഥാസചാഹം പരിവോഢും കാമഃ സമാനശീലാം ഗൃഹമേധ ധേനും ഉപേയിവാൻ മൂലം അശേഷമൂലം ദുരാശയ കാമദുഗാം ഖ്രിപസ്യ. ദുഷിച്ച മനസ്സോടു കൂടിയിരിക്കുന്ന ഞാനും, ഈ ഞാനും, സഹ അഹം ദുരാശയ സ അഹം ദുഷിച്ച മനസ്സോടു കൂടിയിരിക്കുന്ന ഈ ഞാനും അങ്ങനെ സ്വന്തം സ്വഭാവത്തിന് യോജ്യവും ഒരു ആശ്രമിയായിരിക്കുന്ന ഒരാൾക്ക് അനുയോജ്യമായിരിക്കുന്ന ആ സ്വഭാവം ചേർത്തിട്ട് ഗൃഹസ്ഥാശ്രമ കാമധേനുവേ, അങ്ങനെയുള്ള ഒരു കാമത്തെ ഇല്ലാതെയാക്കുന്ന ഒരു കാമധേനുവിനെ ആഗ്രഹിച്ചിട്ട് അങ്ങാകുന്ന ആ കൽപ്പവൃക്ഷത്തിൻ്റെ എല്ലാറ്റിൻ്റെയും മൂലമായിരിക്കുന്ന മുരടിനെ ആശ്രയിക്കുന്നവനായിരിക്കുന്നു. തഥാ സചാഹം അതുകൊണ്ട് ഞാൻ പരിവോഢു കാമഹ അങ്ങനെ ഒരു കാമാതുരനായിട്ട് സമാനശീലാം ആ ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ട ആ ഒരു ആഗ്രഹം ഗൃഹമേധധേനും എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന ഒരു കാമധേനുവിന് വേണ്ടിയിട്ട് ഉപേയിവാൻ അങ്ങേ ഉപാസിക്കുന്നു. മൂലമശേഷ മൂലം എല്ലാറ്റിനും ആ സർവം മൂലം ആയിരിക്കുന്ന അങ്ങയെ ആ ദുരാശയ ദുഷ്ടമനസ്സോട് കൂടിയിട്ടുള്ള കാമദുഃഖാം വിപസ്യ ആ കാമത്തെയൊക്കെ അവിടുന്ന് സാധിച്ചു തരും എന്നുള്ള ആ ദുഷിച്ച മനസ്സോട് കൂടിയിട്ട് ഗൃഹമേധിയായിട്ട് ഞാൻ ആ കാമധേനുവിന് വേണ്ടിയിട്ട് അങ്ങയെ പ്രാർത്ഥിക്കുന്നു. തഥാസചാഹം പരിവോഢു കാമഃ സമാനശീലാം ഗൃഹമേധേനും ഉപേയിവാൻ മൂലം അശേഷമൂലം ദുരാശയ കാമദുദാഘ്രിപസ്യ. അതിലത്തെ പദങ്ങൾ ദുരാശയ ദുഷിച്ച മനസ്സോടുകൂടിയ സഹ അഹം ഞാനും തഥാ അങ്ങനെ സമാനശീലാം സ്വന്തം സ്വഭാവത്തിന് അനുയോജ്യവും ഗൃഹമേധധേനും ഒരു ഗൃഹസ്ഥാശ്രമ കാമധേനുവേ പരിവോഢുകാമഹ പരിണയിക്കുവാൻ ഇച്ഛിച്ച് കാമദുദാഘ്രിപസ്യ അങ്ങാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ അശേഷമൂലം എല്ലാറ്റിൻ്റെയും മൂലമായിരിക്കുന്ന മൂലം മുരടിനെ ഉപേയിവാൻ ആശ്രയിക്കുന്നവനായി. എന്നുകൂടി പറയാം. ദുരാശയ ദുഷിച്ച മനസ്സോടുകൂടിയ സഹ അഹം ച ആ ഞാനും തഥാ അങ്ങനെ സമാനശീലാം സ്വന്തം സ്വഭാവത്തിന് അനുയോജ്യവും ഗൃഹമേധധേനും ഒരു ഗൃഹസ്ഥാശ്രമ കാമധേനുവേ പരിവോഢുകാമഹ പരിണയിക്കുവാൻ ഇച്ഛിച്ച് കാമദുഃഖാഘ്രിപസ്യ അങ്ങാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ അശേഷമൂലം എല്ലാറ്റിൻ്റെയും മൂലമായിരിക്കുന്ന മൂലം മുരടിനെ ഉപേയിവാൻ ആശ്രയിക്കുന്നവനായി. അതിലത്തെ അന്വയം ദുരാശയ സഹ അഹം ച തഥാ സമാനശീലം ഗൃഹമേധധേനും പരിവോഢുകാമഃ കാമദുഃഖാഘ്രിപസ്യ അശേഷമൂലം ഉപേയിവാൻ. എന്നുകൂടി പറയാം. ദുരാശയ സഹ അഹം ച തഥാ സമാനശീലം ഗൃഹമേധധേനും പരിവോഢുകാമഃ കാമദുഃഖാഘ്രിപസ്യ അശേഷമൂലം ഉപേയിവാൻ. ദുഷിച്ച മനസ്സോടുകൂടിയ ഈ ഞാനും അങ്ങനെ ആ സ്വന്തം സ്വഭാവത്തിന് അനുയോജ്യവും ഒരു ഗൃഹസ്ഥാശ്രമ കാമധേനുവെ പരിണയിക്കുവാൻ ഇച്ഛിച്ച് അങ്ങാകുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ എല്ലാറ്റിൻ്റെയും മൂലമായിരിക്കുന്ന മുരടിനെ ആശ്രയിക്കുന്നവനായി. എന്നുകൂടി പറയാം. ദുഷിച്ച മനസ്സോടുകൂടിയ ആ ഞാനും അങ്ങനെ സ്വന്തം സ്വഭാവത്തിന് അനുയോജ്യവും ഒരു ഗൃഹസ്ഥാശ്രമ കാമധേനുവെ പരിണയിക്കുവാൻ ഇച്ഛിച്ച് അങ്ങാകുന്ന കൽപ്പകവൃക്ഷത്തിൻ്റെ എല്ലാറ്റിൻ്റെയും മൂലമായിരിക്കുന്ന മുരടിനെ
ആശ്രയിക്കുന്നവനായി കാമങ്ങളെയെല്ലാം സാധിപ്പിക്കുന്ന കൽപ്പവൃക്ഷത്തിൻ്റെ മൂലസ്ഥാനം ആയതും അതിന് തുല്യമായ സർവത്തിനും മൂലകാരണവും ആയിരിക്കുന്ന ആ ഭഗവത്പാദാരവിന്ദങ്ങളെ അപ്രകാരം ആ ദുഷിച്ച മനസ്സോടുകൂടിയ ഞാനും ഇപ്പോൾ ആശ്രയിച്ചത് എനിക്ക് യോജിച്ച സ്വഭാവത്തോടു കൂടിയ ഒരു ഗൃഹകാമധേനുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്നിയെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗൃഹകാമധേനു പത്നിയെ ലഭിക്കാനായിട്ടാണ് അദ്ദേഹം അവിടെ പ്രാർത്ഥിച്ചത്. അപ്പോൾ ആ ഞാനും അങ്ങനെ തന്നെ അഭോഗവാസനകളാൽ ദുഷ്ടചിത്തനായിട്ട് യോജിച്ച ശീലത്തോടു കൂടിയവളും ഗൃഹസ്ഥാശ്രമത്തിലെ കാമധേനുവും ആയിരിക്കുന്ന പത്നിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച് സർവാഭീഷ്ടപ്രദമായ കൽപ്പവൃക്ഷ സ്വരൂപനായ അങ്ങയുടെ അസർവാർത്ഥപ്രദമായിട്ടുള്ള പാദപത്മത്തെ ശരണം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഏതുവിധ വിരക്തന്മാര് പ്രാരബ്ധഫലമായി സിദ്ധിക്കുന്ന വിഷയത്തിൽ സംതൃപ്തരായിട്ട് മോക്ഷാർത്ഥം ഭഗവാനെ ഭജിക്കണം. സകാമഭക്തന്മാരെ നിന്ദിച്ച ഞാനും ആ വർഗത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. നിന്ദായോഗ്യൻ തന്നെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൻ്റെ തപസ്സിൻ്റെ ഉദ്ദേശത്തെ പറ്റി പറയുന്നു. സകാമഭക്തന്മാരെ പോലെ തന്നെ ഞാനും സ്വാഭാവിക ഗുണങ്ങൾ കൊണ്ട് എന്നോട് തുല്യവും ധർമാർത്ഥകാമങ്ങളെ സാധിപ്പിക്കുന്ന ആ ഗൃഹസ്ഥാശ്രമ കാമധേനുവുമായിരിക്കുന്ന ആ ഭാര്യയെ ലഭിപ്പാൻ ആഗ്രഹിക്കുന്നതിനാൽ സകല കാമങ്ങളെയും സാധിപ്പിക്കുന്ന ആ ഭക്തകൽപ്പതരുവായിരിക്കുന്ന നിന്ദ്രിവടിയുടെ പാദമൂലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഭാര്യാസ്വീകാര്യം വിഷയസുഖത്തിനുള്ള ആഗ്രഹത്തെ സൂചിപ്പിക്കുന്നതാകയാൽ എൻ്റെ അന്ധകരണവും പരിശുദ്ധമായിട്ടല്ല. 10,000 സംവത്സരം തപസ് ചെയ്തിട്ടും കാമബീജം നശിച്ചില്ല എന്നു പറഞ്ഞിരിക്കയാൽ അന്ധകരണശുദ്ധിക്ക് തപസ്സല്ല ഭക്തിയാണ് വേണ്ടതെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഗൃഹമേധധേനു എന്നാൽ ആ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾക്ക് ആവശ്യമായ സർവ്വതും പ്രദാനം ചെയ്യുന്നവളായ അതിലെല്ലാം സഹകരിക്കുന്നവളായിരിക്കുന്ന കാമധേനുവെ പോലെ ഒരു പത്നി എന്നർത്ഥം. പരിവോഢുകാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിണേതുമിച്ഛൻ എന്ന് ആ സ്ത്രീയെ പരിണയിക്കുക. ശ്രീധര്യം കാമധു അംഘ്രിപം കാമങ്ങളെ ദോഹനം ചെയ്യുന്ന അംഘ്രിപം വൃക്ഷം കൽപ്പതരു അതാണ് കാമാംഘ്രി. അംഘ്രിപം ധർമാർത്ഥകാമങ്ങളായിരുന്ന ത്രിവർഗങ്ങളുടെ സിദ്ധിക്ക് ഗൃഹസ്ഥാശ്രമം അനിവാര്യമാണ്. ഗൃഹസ്ഥാശ്രമിയായിട്ട് തീർന്നിട്ട് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി പത്നിയുടെ അവസ്ഥയെ ആശ്രയിച്ചിരിക്കും. അതാണ് സമാനശീലയും കാമധേനുവിന് തുല്യവുമായിരിക്കുന്ന പത്നിയെ ലഭിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ കാരണം. കൽപ്പവൃക്ഷത്തിൻ്റെ മൂലമായും സർവത്തിൻ്റെയും മൂലകാരണമായും ഇരിക്കുന്ന അങ്ങയുടെ മൂലം പാദാരവിന്ദം എന്നർത്ഥം കൽപ്പിക്കണം. ഭഗവത്പാദാരവിന്ദത്തെ സംബന്ധിച്ചിടത്തോളം അശേഷമൂലം എന്ന് വിശേഷണം. കാമദുഃഖാംഘ്രിപസ്യ മൂലം എന്നതിനേക്കാൾ എത്രയോ ഉപരിയാണ് ആദ്യത്തേത്. നിഷ്കാമന്മാരും മറ്റേത് സകാമന്മാരും നിഷ്കാമന്മാർക്കും മറ്റേത് സകാമന്മാർക്കും സേവ്യമാണ്. താൻ ഇപ്പോൾ അത്രയേ ആവശ്യപ്പെടുന്നുള്ളൂ എന്നതിനാൽ രണ്ടാമത്തെ വിശേഷണം പ്രസക്തമാണ്. വിവാഹ ജീവിതത്തിന് 3 പ്രയോജനങ്ങളാണുള്ളത്: ധർമ്മസമ്പത്തി, പ്രജാസമ്പത്തി, രതിസുഖം. ഇങ്ങനെ ഇവയിൽ ഒടുവിലത്തേത് കേവലം ലൗകികം അത്രേ. തഥാചാപസ്തംഭേന ധർമ്മപ്രജാസമ്പത്തി പ്രയോജനം ദാരസംഗ്രഹസ്യോക്തം ധർമ്മപ്രജാസമ്പന്നേഷു ദാരേഷു നാന്യം കുർവീത ഇതി വദത രതിഫലം തു ലൗകികം ഏവ. കർദമ പ്രജാപതി 10,000 സംവത്സരം തപസ് ചെയ്തതും യോഗചര്യം അനുഷ്ഠിച്ചതും ഭഗവാനെ ഭക്തിയോഗം കൊണ്ട് ഉപാസിച്ചതും ഒരു പത്നിയെ ലഭിക്കാനാണ്. ഇതിനായി ഇത്രയധികം ക്ലേശിക്കേണ്ടതുണ്ടോ എന്ന് ശങ്കിക്കാതിരിക്കാനാണ് സമാനശീലാം ഗൃഹമേധതേനും എന്ന വിശേഷണം. അത്തരം ഒരു പത്നിയെ ലഭിക്കാൻ ഇത്തരം ക്ലേശം സഹിക്കുക തന്നെ വേണം. ബാഹ്യങ്ങളായ സൗന്ദര്യാദികളിലല്ല കർദമന്റെ ശ്രദ്ധ, ആഭ്യന്തരങ്ങളായ സൗശീല്യാദികളിലാണ് എന്ന് ഇവിടെ ശ്രദ്ധേയം ആയിട്ട് കാണുന്നു. അപ്പോൾ അതിലത്തെ തഥാപി സ്ത്രീ കാമം, അതുകൊണ്ട് ആ സ്ത്രീയെ കാമിച്ചിട്ട്
ആ പത്നിയെ കാമിച്ചിട്ട് തഥാപി സ്ത്രീ കാമോഹം തവ കാമപൂരകം, എൻ്റെ ആ കാമത്തെ പൂരണം ചെയ്യണം, അങ്ങനെ ആ പൂരകമായിരിക്കുന്ന അങ്ങയുടെ ചരണങ്ങളെ ഞാൻ നമിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ പറഞ്ഞത്. തഥാപി സ്ത്രീ കാമോഹം തവ കാമപൂരകം ചരണം നമാമി, വ്യാഖ്യാനത്തിൽ പറയണത്. അപ്പോൾ അടുത്ത ശ്ലോകം 16-ാമത്തെ ശ്ലോകം. പ്രജാപത, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.